Hello everyone, welcome to our class where we'll explore the world of words. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഫോമാറ്റാണ്. എക്സാം സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെഡ്ലൈനാണ് അല്ലേ. ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡ്ലൈൻ നമ്മൾ എഴുതുമ്പോഴാണ് അത് വായനക്കാരൻ വായിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. നമ്മളിങ്ങനെ ഹെഡ്ലൈൻ കണ്ടിട്ടല്ലേ തീരുമാനിക്കുന്നത് വായിക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ആ എന്താണ് സംഭവം നടക്കുന്നത് എന്നുള്ളത് ആ ഹെഡ്ലൈനിൽ വ്യക്തമായിട്ട് തെളിഞ്ഞ് കാണണം. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു രൂപം അതിൽ തെളിഞ്ഞ് കാണണം. സോ നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കുന്നു, അതിൻ്റെ താഴെ നെയിം, ദെൻ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ് ഏതാണോ പത്രത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാം. അതിന് താഴെ ഡേറ്റ് വെച്ച് നമ്മൾ തുടങ്ങണം. എന്നിട്ട് നമുക്ക് റിപ്പോർട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ തുടങ്ങാൻ. ഫോർ എക്സാമ്പിൾ എ ഷോക്കിംഗ് ഓർ എ റിമാർക്കബിൾ ഓർ സിഗ്നിഫിക്കൻറ്റ് എന്നിങ്ങനെ നമുക്ക് എന്താണോ ആ സന്ദർഭത്തിന് അനുയോജ്യമാകുന്നത് ആ രീതിയിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. എന്നിട്ട് തുടർന്ന് നമ്മൾ എഴുതുക ഷോക്കിംഗ് ഇവൻറ്റ് ഓർ റിമാർക്കബിൾ ഇവൻറ്റ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് അൺഫോൾഡഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥലം കൊടുക്കുന്നു. ദെൻ യെസ്റ്റർഡേ എന്ന് പറയുന്നു അല്ലേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളൊരു ഡേറ്റ് മുകളിൽ മെൻഷൻ ചെയ്തുകൊണ്ട് അത് ഏത് ഡേറ്റാണ്, തലേ ദിവസത്തെ ഡേറ്റ് ആണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. കോമ ഇടുക ലിവിങ് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ഈ സംഭവത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളതോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതോ ആൾക്കാരെ പറ്റിയാണ് നമ്മൾ എഴുതുന്നത്. കുറേ അധികം ആൾക്കാരെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നോ ഇംപ്രസ് ചെയ്തിട്ടുണ്ടോ എന്നോ, അത് കാരണം നമ്മളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് സംഭവം എന്നുള്ളത് വിവരിക്കുക. നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്, കാരണം റിപ്പോർട്ട് എഴുതുമ്പോൾ എപ്പോഴും കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ എഴുതുക. സോ നമ്മൾ സിമ്പിൾ പാസ്റ്റ്, അതായത് വേർബിൻ്റെ V2 ഫോം ഇട്ടിട്ട് എഴുതാം, വാസോ വേറോ വെച്ചിട്ട് എഴുതാം. വാസോ വേറോ വെച്ചിട്ട് എഴുതുന്ന സെൻറ്റൻസുകളിൽ വേർബിൻ്റെ കൂടെ ING ഇട്ടോളണം. അപ്പോൾ നമ്മൾ ചെയ്യുകയായിരുന്നു, പറയുകയായിരുന്നു, ആയിരുന്നു എന്നുള്ള അർത്ഥം വരുന്ന സെൻറ്റൻസസ് അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ദെൻ ഹാഡ് വെച്ചിട്ട് നമുക്ക് എഴുതാം. ഹാഡ് വെച്ച് എഴുതുമ്പോൾ ഹാഡിന് ശേഷം വേർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 ഫോം നമ്മൾ ഉപയോഗിച്ചിരിക്കണം അല്ലേ. ആ രീതിയിലാണ് നമ്മൾ എഴുതുക അല്ലേ. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, വാസ് ഓവറോ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ വരും അതിനകത്ത്. മേജറായിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റിലെ കാര്യങ്ങൾ എഴുതാം. അടുത്തത് ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ. ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. നമുക്കത് കിട്ടുമ്പോൾ അറിയാം അതിൽ ആര് തരുന്ന ലെറ്ററാണെന്നുള്ളതും ആർക്കാണെന്നുള്ളതും സ്പെസിഫൈ ചെയ്യണം. സോ ഒരു ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ദെൻ ടു, ആർക്കാണോ നമ്മൾ അയക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ നമുക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അയാളുടെ അഡ്രസ്സും അവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഡിയർ എന്ന് വെച്ച് നമ്മൾ തുടങ്ങുന്നു. വി കോർഡിയലി ഇൻവൈറ്റ് യു ടു അറ്റൻഡ് അവർ പ്രോഗ്രാം എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദ്യമായി ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ പരിപാടിയിലേക്ക്. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതവിടെ എഴുതുക. ചിലപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, ഹൗസ് വാമിംഗ് ആയിരിക്കാം അല്ലേ. അതിലേതെങ്കിലും ഒന്ന് നമ്മളവിടെ എഴുതുന്നു. ഓൺ എന്ന് എഴുതിയിട്ട് ഡേറ്റും അറ്റിന് ശേഷം ലൊക്കേഷനും എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ദ ഈവനിങ് വിൽ ഫീച്ചർ 3 course ഡിന്നർ അല്ലേ. പിന്നെ ഈവനിങ്ങിൽ നടക്കുന്ന പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്, ലൈവ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്, ആൻഡ് സം അതർ പ്രോഗ്രാംസ് ടു. പ്ലീസ് ബി ഓൺ ടൈം, കൃത്യസമയത്ത് എത്തുക. വി ലുക്ക് ഫോർവേഡ് ടു സീ യു അറ്റ് ദിസ് വണ്ടർഫുൾ ഒക്കേഷൻ അല്ലേ. ഈ മനോഹരമായ മുഹൂർത്തത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് നമ്മൾ നിർത്തുക. ഇതാണ് ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ്റെ ഒരു ചെറിയ ഫോമാറ്റ്. പിന്നെ നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ മാറ്റങ്ങൾ വരുത്തും. നെക്സ്റ്റ് നമുക്ക് ഡയറി എഴുതാനാണ്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേറ്റ് എഴുതും, ടൈം എഴുതും. പിന്നെ നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏത് ഒക്കേഷൻ, ഏത് മൊമെൻ്റാണ് നമ്മുടെ മൈൻഡിലുള്ളത്, അതായത് സന്തോഷമാണോ, സങ്കടമാണോ, അത്ഭുതമാണോ, അതിനനുസരിച്ച് വേണം നമ്മൾ തുടങ്ങാൻ.
For a happy day, we can start with today was such a wonderful day. അങ്ങനെ തുടങ്ങാം. അല്ലെങ്കിൽ everything went just as I had hoped എന്നെഴുതാം. അല്ലെങ്കിൽ ടുഡേ വാസ് എൻ അൺഫർഗെറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. അത് ഈ മൂന്നാമത് പറഞ്ഞ് നമുക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ എഴുതാവുന്ന ഒന്നാണ്. കാരണം മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണ്. ഒരു സാഡ് ഡേ ആണെങ്കിൽ ടുഡേ വാസ് നോട്ട് എ ഗുഡ് ഡേ അറ്റ് ഓൾ എന്ന് പറഞ്ഞ് തുടങ്ങാം. ഓർ ഐ ഫെൽറ്റ് സോ ലോ ആൻഡ് അപ്സെറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഓർ നത്തിങ് സീംഡ് ടു വർക്ക് ഔട്ട്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാവുന്ന ഒന്നാണ്. ഇനി ഒരു നോർമൽ ഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ ഡേ ആണെങ്കിൽ ടുഡേ വാസ് എ ക്വയറ്റ് ആൻഡ് ഓർഡിനറി ഡേ എന്നോ, നത്തിങ് സ്പെഷ്യൽ ഹാപ്പൻഡ് ബട്ട് ഇറ്റ് വാസ് പീസ്ഫുൾ എന്നോ, അല്ലെങ്കിൽ ഇറ്റ് വാസ് കാം ആൻഡ് അൺഇവൻറ്റ്ഫുൾ എന്നോ ഒക്കെ വെച്ച് നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ നമ്മളുടെ എന്താണോ നമ്മൾ ഡയറിയിൽ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ അത് നമ്മൾ എഴുതുന്നു. അങ്ങനെ എഴുതി നമ്മൾ അവസാനിപ്പിക്കുന്നു. അതാണൊരു ഡയറിയുടെ ഒരു ഓൺ ദ ഹോൾ ലുക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇമെയിലാണ്. ഇമെയിൽ എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ ഫോമലായിട്ടുള്ള ഇമെയിൽസും ഇൻഫോമലായിട്ടുള്ള ഇമെയിൽസും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഫോമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. സോ ഒരുപാട് നീട്ടിപ്പരത്തി എഴുതേണ്ട കാര്യമില്ല നമുക്ക്. നമ്മൾ നോർമൽ എഴുതുന്ന സമയത്ത് ഒരു ടു അഡ്രസ്സിന് പകരം നമ്മൾ എന്താ വയ്ക്കുക, ഒരു ടു ഇമെയിൽ ഐ ഡി അല്ലേ, ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ടു അഡ്രസ്സിൽ നമ്മൾ വയ്ക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സി സി എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. സി സി എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, ദെൻ ബി സി സി എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഇമെയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിലാണ് ഈ സി സിയും ബി സി സിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. സി സി എന്ന് പറയുമ്പോൾ അതായത് ആർക്കൊക്കെയാണ് ഈ ഇമെയിൽ അയക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് അയക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ് ആരെങ്കിലും ഒരാൾ, അതേ ഇമെയിൽ തന്നെ മറ്റ് ഉള്ളവർക്കും അയക്കുന്നുണ്ടെങ്കിൽ ഈ സി സിക്കകത്തും ബി സി സിക്കകത്തൊക്കെ അവരുടെ ഇമെയിൽ ഐ ഡിയും കൂടെ വയ്ക്കും അല്ലേ. രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ രണ്ട് ഇമെയിൽ ഐ ഡി ഒക്കെ വയ്ക്കും. സി സിയിലും അങ്ങനെ തന്നെയാണ്, ബി സി സിയിലും അങ്ങനെയാണ്. പക്ഷേ സി സിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എനിക്ക് അയച്ച അതേ ഇമെയിൽ മറ്റ് ആളുകൾക്കും കൂടെ അയച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ബി സി സിയിൽ അത് ഹിഡൻ ആയിരിക്കും. എനിക്ക് മാത്രമാണോ അയച്ചത്, അത് മറ്റുള്ളവർക്ക് അയച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അതിൽ അറിയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. സോ അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. ലെറ്ററിൽ എഴുതുന്ന പോലെ തന്നെ സബ്ജക്റ്റ് ഏറ്റവും ചുരുക്കി എഴുതുന്നു. അതിനുശേഷം റെസ്പെക്റ്റഡ് സർ എന്ന് പറയുന്നു. എന്നിട്ട് ലെറ്റർ എഴുതുന്ന അതേ ഫോമിൽ തന്നെ നമ്മൾ എഴുതുന്നു. പക്ഷേ ഇമെയിൽ ആണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യു എ സ്പെഷ്യൽ മാറ്റർ ഓൺ, ഒരു പ്രത്യേക കാര്യത്തെപ്പറ്റി അറിയിക്കാനാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു വിഷയം അവിടെ എഴുതുന്നു. ദെൻ അതിനെ എലാബറേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയർ ഫ്രം യു സൂൺ. ഇതിനൊരു മറുപടി എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി, പ്രതീക്ഷയോടെ, പേര്, നമ്മുടെ ഇമെയിൽ ഐ ഡി, പ്ലേസ്, എല്ലാ കാര്യങ്ങളും അവിടെ വയ്ക്കുന്നു. സോ ഫോമൽ അത്രയേ ഉള്ളൂ. ബട്ട് ഇൻഫോമലാകുമ്പോൾ നമുക്കെന്താ കുറച്ചും കൂടെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതിനകത്തും ഇങ്ങനെ തന്നെ ടു അഡ്രസ്സ് കൊടുക്കാം അല്ലേ. അത് സി സി ബി സി സി ഒന്നും അതിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരാളോട് പേഴ്സണലി പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിലൂടെ സി സിക്കും ബി സി സിക്കും ഒന്നും വലിയ പ്രാധാന്യം വരുന്നില്ല. സോ രണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ടാവും. ഫ്രമിൻ്റെ ഇമെയിൽ ഐ ഡി അത് താഴെ കൊടുക്കാം, ടുവിൻ്റെ ഇമെയിൽ ഐ ഡി മുകളിലും വെച്ച് നമുക്ക് കൊടുക്കാം. സബ്ജക്റ്റ് എഴുതാം നമുക്ക്. ദെൻ ഹേ ഡിയർ, ഹോപ്പ് ലൈഫ് ഇസ് ട്രീറ്റിംഗ് യു വെൽ, സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നുള്ളതിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു ലൈനാണ് ലൈഫ് ഇസ് ട്രീറ്റിംഗ് യു വെൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ബീൻ ഏജസ് സിൻസ് വി മെറ്റ്, നമ്മൾ കണ്ടിട്ട് കുറേ കാലങ്ങളായിരിക്കുന്നു. ബാക്കിയൊക്കെ നമ്മുടെ ആ ലെറ്ററിൻ്റെ ഫോമാറ്റിന് അതേപടി എടുത്തതാണ്. പിന്നെ രണ്ടെണ്ണം പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഐ ബീൻ തിങ്കിങ് അബൌട്ട് യു, ഞാൻ നിന്നെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഐ എം സിറ്റിംഗ് ഹിയർ വിത്ത് എ കപ്പ് ഓഫ് കോഫി ആൻഡ് ഐ തോട്ട് ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈം ടു റൈറ്റ് ടു യു. ഇതൊക്കെ നമ്മൾ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ലൈഫ് ഹാസ് ബീൻ ക്രേസി ബിസി ബട്ട് ഐ ഫൈനലി ഹാവ് എ മൊമെൻറ്റ് ടു ക്യാച്ച് അപ്പ് വിത്ത് യു അല്ലേ. തിരക്കാണ്, എന്നാൽ പോലും അവസാനം എനിക്ക് നിന്നോടൊപ്പം ചിലവഴിക്കാൻ കുറച്ച് സമയം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദെൻ ബോഡി പാർട്ടിൽ എന്താണ്
വിവരം, വിശേഷം തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് നമ്മൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളവിടെ എഴുതുന്നു. ദെൻ ലാസ്റ്റ് പാരഗ്രാഫായിട്ട് എനിവേ ഇനഫ് അബൌട്ട് മീ, ഞാൻ വളരെയധികം എന്നെപ്പറ്റി പറഞ്ഞു. ഹൗ ഹാവ് യു ബീൻ, നീ എങ്ങനെ ഇരിക്കുന്നു, ഇനി നിന്നെപ്പറ്റി കുറച്ച് പറ. സെൻഡ് മീ യുവർ ഹാപ്പിനെസ്, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ വിത്ത് ലവ്. അടുത്തത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഒരു 6 കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ലാംഗ്വേജ് കയ്യിലുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. നമ്മൾ ഈ ബിലോ ആവറേജ് ആയിരിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ്, കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും എന്തൊക്കെയാണ്. വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് അക്കംപ്ലിഷ്മെൻറ്റ്സ്, നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ് അല്ലേ, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് മതി കേട്ടോ. വാട്ട് ആർ ദ ചാലഞ്ചസ് യു ഫേസ്ഡ് ഡ്യൂറിങ് ദി ജേർണി, നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ ഏതെല്ലാമാണ്. ഹൗ ഡിഡ് യു ഓവർകം ദ ചാലഞ്ചസ്, എങ്ങനെയാണ് നിങ്ങൾ ഈ വെല്ലുവിളികളെ നേരിട്ടത്. ഹൗ ഡു യു പ്രയോറിറ്റൈസ് ടാസ്ക് ആൻഡ് മാനേജ് യുവർ ടൈം, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് മുൻഗണന കൊടുക്കുന്നതും അവ മാനേജ് ചെയ്യുന്നതും അല്ലേ, കൈകാര്യം ചെയ്യുന്നതും, നിങ്ങളുടെ ടൈമിനെ കൈകാര്യം ചെയ്യുന്നതും. വാട്ട്സ് യുവർ മെസ്സേജ് ടു ദ പ്രസൻറ്റ് ജനറേഷൻ, ഇന്നത്തെ തലമുറയ്ക്ക് നിങ്ങളുടെ സന്ദേശം എന്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പീച്ചാണ്. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, ചീഫ് ഗസ്റ്റ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതൊരു സ്കൂളിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു കോളേജിനകത്ത് നടക്കുന്ന ഒരു ഫംഗ്ഷനാണെന്ന്. കാരണം പ്രിൻസിപ്പാളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, അവിടെ വിശിഷ്ട വ്യക്തികൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ വിളിക്കുന്നുണ്ട്, ചീഫ് ഗസ്റ്റിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണത് സംസാരിക്കുന്നത്. കാരണം മൈ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റുഡൻ്റാണിത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഏത് വേദിയിൽ നിന്ന് ആരാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ തുടങ്ങാൻ. ടുഡേ ഇൻ ദിസ് ഫൈൻ ഒക്കേഷൻ, ഇന്നത്തെ ഈ നല്ല അവസരത്തിൽ ഐ എം വെരി ഹാപ്പി, ഞാൻ വളരെ സന്തോഷത്തിലാണ്. ടു സ്റ്റാൻഡ് ബിഫോർ യു, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിൽ. ടു ഷെയർ മൈ വ്യൂസ്, എന്നിട്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിൽ. ഓൺ ദ ടോപ്പിക്, ഇന്ന വിഷയത്തിന്, എന്നിട്ട് വിഷയം അവിടെ എഴുതുക. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ, ഇതെനിക്ക് വലിയൊരു സന്തോഷം നൽകുന്നു. ആൻഡ് പ്രിവിലേജ്, സ്ഥാനം നൽകുന്നു. ടു ഗെറ്റ് എ ചാൻസ് ടു ടോക്ക് ടു യു ഓൺ ദിസ് ടോപ്പിക്, ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യുവർ ടൈം ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സമയം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറച്ച് സമയം നിങ്ങളിത് കേട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്ന്. അതിനുശേഷം എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് വിശദമായി പറയുന്നു. ദെൻ തേർഡ് പാരഗ്രാഫിൽ ഐ എക്സ്പ്രസ് മൈ ഗ്രേറ്റിറ്റ്യൂഡ്, ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഫോർ ഓൾ ഓഫ് യു, നിങ്ങളെല്ലാവരോടും. ആസ് വി മൂവ് ഫോർവേഡ്, ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ബിലീവ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദെയർ ഡ്രീംസ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ബിലീവ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദെയർ ഡ്രീംസ്. അവരവരുടെ സ്വപ്നത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ ഭംഗിയിൽ വിശ്വസിക്കുന്നവരിലാണ് ഭാവി ഇരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാരാണോ അവനിലാണ് ഭാവി, അവനാണ് ഭാവിയുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. താങ്ക് യു എന്നും പറഞ്ഞ് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു പ്രൊഫൈൽ ഫോമാറ്റാണ്. പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ പേരെഴുതുന്നു, എന്നിട്ട് വാസ് ബോൺ ഓണിന് ശേഷം ഡേറ്റ് കൊടുക്കുന്നു നമ്മൾ. ദെൻ ഹി ഓർ ഷീ, നമുക്കറിയില്ല ആണാണോ പെണ്ണാണെന്ന്, അതിനനുസരിച്ച് ഹി ഓർ ഷീ കൊടുക്കുന്നു. വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ്, അതിനുശേഷം സ്കൂളിൻ്റെ പേര്. ഹിസ് ഓർ ഹർ പേരൻസ് വർ, എന്നിട്ട് അവരുടെ പേരൻസിനെ പറ്റി എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ നമുക്കത് എഴുതാം. ഓപ്ഷണലാണ്, ഉണ്ടാവണം എന്നില്ല, ഉണ്ടെങ്കിൽ എഴുതാം. ഹി ഓർ ഷീ വാസ് ഫേമസ് ആസ്, ഏത് നിലയിലാണ് അവർ പ്രശസ്തർ, എഴുത്തുകാർ, ആക്ടേഴ്സ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ.
അങ്ങനെ ഏത് നിലയിലൊക്കെ അവർ പ്രസിദ്ധരായിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ അവിടെ എഴുതുക. ലൈക്ക് ആൻ ആക്ടർ, പോയറ്റ്, പ്ലേ റൈറ്റ് എക്സെട്ര. ദെൻ ഹി സോ ഹർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ, എന്നിട്ട് വർക്ക്സിൻ്റെ പേര് കൊടുക്കുന്നു. വർക്ക്സിൻ്റെ പേര് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ആറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളടത്തൊക്കെ വാസും വേറൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ദെയർ വർക്ക്സ് ആർ സ്റ്റിൽ എക്സിസ്റ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, 6 കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവർ ഈ വർത്തമാന കാലത്തിലും അവരുടെ വർക്കുകൾ നിലനിൽക്കുന്നില്ല, അവർ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് 6 കൊടുക്കുന്നത് കേട്ടോ. ദെൻ ഹി ഓർ ഷി റിസീവ്ഡ് മെനി അവാർഡ്സ് ലൈക്ക്, അങ്ങനെ അവാർഡുകളുടെ പേര് കൊടുക്കുക. ദെൻ ഹി പാസ്ഡ് അവേ ഇൻ, വർഷം കൊടുക്കുക. ഓക്കെ, ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓണ് കഴിഞ്ഞാൽ ഡേറ്റ് കൊടുക്കുക. ദെൻ അറ്റ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം കൊടുക്കുക. സ്മോൾ ഏരിയ ഓഫ് സ്പെസിഫിക് ടൈം, സ്പെസിഫിക് പ്ലേസ്, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ വർഷം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതുക. നെക്സ്റ്റ് നമുക്ക് ലെറ്റർ ടു ദി എഡിറ്ററാണ്. അതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. സോ ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ എല്ലാ ഫോമാറ്റുകളും നമ്മൾ കീപ്പ് ചെയ്യണം. ഫ്രം അഡ്രസ്സ് കൊടുക്കണം, അതിൽ പ്ലേസും ഡേറ്റും വെക്കണം. ടു അഡ്രസ്സ് കൊടുക്കണം. എഡിറ്റർക്കുള്ള ലെറ്റർ ആയതുകൊണ്ട് ടു ദി എഡിറ്റർ എന്ന് പറഞ്ഞ്, എഡിറ്റർ ഏത് പത്രത്തിൻ്റെ എഡിറ്ററാണ് അല്ലെങ്കിൽ ഏത് ചാനലിൻ്റെ എഡിറ്ററാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പ്ലേസ് കൊടുക്കുക. നോർമലി സബ്ജക്റ്റ് കൊടുക്കുക. ദെൻ സർ ഓർ മാഡം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട്, ഞാൻ എൻ്റെ ഒരു വിഷമം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. അതിനുശേഷം നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നു അല്ലേ. ദെൻ പ്രോബ്ലം ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ സന്തോഷമുള്ള കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എഴുതുന്നത് അല്ലേ എന്ന് പറഞ്ഞ് വിഷയം എഴുതുന്നു. എന്നിട്ട് ആസ് എ ഡാഷ്, ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ടീച്ചറാണെങ്കിൽ ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കോമ, ഐ ബിലീവ് ഇറ്റ് ഈസ് എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം, ഞാൻ അത്യാവശ്യമായ ഒരു കാര്യമായി കണക്കാക്കുന്നു. ടു ബ്രിങ് അറ്റൻഷൻ ടു ദിസ് മാറ്റർ, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് സംഭവം എന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ എഴുതുന്നു. ദെൻ തേർഡ് പാർട്ടിൽ ഇൻ കൺക്ലൂഷൻ ഐ ഏർജ് ദ അതോറിറ്റീസ്, ഏർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക അല്ലേ. ഞാൻ അതോറിറ്റീസിനെ, അധികാരികളെ പ്രേരിപ്പിക്കുന്നു ടു ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് ദിസ്, ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണമെന്ന്. ഐ ഹോപ്പ് യുവർ പബ്ലിക്കേഷൻ will highlight the issue and spark a meaningful discussion. സോ എന്താണ്, നിങ്ങളുടെ പബ്ലിക്കേഷനിൽ ഈ ഒരു വിഷയം എടുത്തു കാണിക്കുമെന്നും അതൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് ചെന്നെത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. സിൻസിയർലി, ദെൻ യുവർ നെയിം എഴുതി അവസാനിപ്പിക്കുക. ഇത് അത്യാവശ്യം ഫോമാറ്റുകളായിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. See you next time. Thank you.